ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മന്ത്രി ഗണേഷ് കുമാറിനെതിരായ വിവാഹേതര ബന്ധാരോപണ പരാതി ഒടുവിൽ ഒത്തുതീർപ്പിലേക്ക്. ഗണേഷിനെതിരെ പരാതിയില്ലെന്ന ഭാര്യ ബിന്ദു മേനോൻ. മന്ത്രി ഫോണിൽ വിളിച്ചു. താൻ ഇന്നലെ നടത്തിയത് വൈകാരിക പ്രതികരണം. പോലീസിന് താൻ പരാതി നൽകില്ല എന്നും പ്രതികാര നടപടിക്ക് താനില്ല എന്നും ബിന്ദു പറഞ്ഞു. വിശദാംശങ്ങളുമായി എം മനോജ് ചേരുന്നുണ്ട്. മനോജ്, മന്ത്രി പത്നിയുടെ അലിവിൽ ഒടുവിൽ ആ രാജിയിൽ നിന്നും താൽക്കാലിക ആശ്വാസം മന്ത്രി KB ഗണേഷ് കുമാറിന്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് മന്ത്രി പത്നിയെ ഒടുവിൽ അനുനയിപ്പിച്ചത്? ഗണേഷ് കുമാർ ഇന്ന് രാവിലെയാണ് വാളകത്തെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയത്. അതിനു മുമ്പായാണ് ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ടതെന്നാണ് വിവരം. ഫോണിൽ ബന്ധപ്പെട്ട ശേഷം മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് ഭാര്യ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ബിന്ദു മേനോൻ പറഞ്ഞ കാര്യങ്ങൾ അത് വളരെ വ്യക്തമായാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് മന്ത്രി ഇത്തരത്തിലൊരു അനുനയ നീക്കത്തിലേക്ക് പോയത്. കാരണം ഇനിയുള്ള രാഷ്ട്രീയ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, പ്രചരണവും ആരംഭിച്ചു കഴിഞ്ഞു. ഈ സമയത്ത് ഇത്തരത്തിലൊരു നീക്കം അത് രാഷ്ട്രീയ ഇടപെടൽ വഴി ഭാര്യയെ അനുനയിപ്പിച്ചില്ലെങ്കിൽ അത് കയ്യിൽ നിന്നും, അതായത് ഈ സീറ്റ് പോകുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് KB ഗണേഷ് കുമാർ ഇത്തരത്തിലൊരു തന്ത്രം മെനയാനുള്ള സാഹചര്യം ഉണ്ടായത്. എന്തായാലും LDFിനുള്ളിൽ വലിയ അതിർത്തി ഉണ്ട് എന്നുള്ളതാണ്. CPI അടക്കം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. KB ഗണേഷ് കുമാറിനെ ഇനിയും നിലനിർത്തിക്കൊണ്ട് പോകണമോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു, LDFിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു താൽക്കാലികമായ ഒരു ആശ്വാസം എന്ന് പറയുന്നത് മന്ത്രി ഭാര്യയെ അന്വയിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതികരണം അത് നടത്തിയിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് എല്ലാ പ്രതിഷേധങ്ങളെയും തന്ത്രപരമായി കൈകാര്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് KB ഗണേഷ് കുമാർ. എന്തായാലും ഗതാഗത മന്ത്രിക്ക് നേരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത്. പിന്നീട് അത് ഭാര്യ തന്നെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയി. പിന്നീട് അത് തന്ത്രപരമായി ഭാര്യയെ കൊണ്ട് തന്നെ ഇക്കാര്യം തങ്ങളുടെ പ്രശ്നം മാത്രമാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമമുണ്ടായി. എന്തായാലും ഒരു വഴിത്തിരിവ് ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് ഭാര്യയെ തന്നെ ഇക്കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെയാണ് ഫോണിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും മന്ത്രിക്ക് രാജിവെക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിച്ച വിവരം. അതായത് LDF നേതൃത്വത്തിന് ഇത്തരം ഒരു ആരോപണ വിധേയനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയാകുന്ന മുന്നിൽ കണ്ടുകൊണ്ട് ഘടകകക്ഷികളടക്കം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഭാര്യ വഴി തന്നെ KB ഗണേഷ് കുമാർ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുള്ളത്. ഭാര്യയെ വിളിക്കുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ശരി മനോജ്, വിവരങ്ങൾ വ്യക്തമാണ്. ഒടുവിൽ KB ഗണേഷ് കുമാർ മന്ത്രി പത്നിയെ വിളിച്ചു, മാപ്പ് പറഞ്ഞു. ഒടുവിൽ ആ പ്രശ്നം സമവായത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ.